നമ്മളെ ഒരു ശിഷ്യനുണ്ട്, ശ്രീനാഥ്, ഡോക്ടർ ശ്രീനാഥ്. അവന് വെറും വായനേൻ്റെ ആളാണ്. അവന് ഗീത, ഉപനിഷത്തുകൾ അനവധിയുണ്ട്. പിന്നെ ഒരുപാട് അവനെയും അവർ ചിറ്റികൃഷ്ണമൂർത്തി, ഭൂമിയിലുള്ള എല്ലാവരെയും ദൈവികമായി വന്ന എല്ലാവരെയും എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ച് ഏത് ചോദിച്ചാലും അവൻ അപ്പോൾ പറഞ്ഞുതരും. ഏത് ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ചോദിച്ചാലും പറഞ്ഞുതരും. അത്രയും ഉന്നതമായൊരു പണ്ഡിതനാണ്. ഇവിടെ വന്ന് പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത് എത്രയും പഠിച്ചിട്ട് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആ ശ്ലോകം ചൊല്ലിത്തരും. ഞാൻ ഒരു ശ്ലോകം വേണ്ട, അതിലൂടെ എന്ത് പറയുന്നു കാണിക്കുന്നു, അത് കാണിക്കുന്നു പറഞ്ഞു. അതറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഓരോന്നും പറഞ്ഞു, ബാബ ഗീതയിൽ ഇന്ന ഭാഗത്താണ് ബാബ പറഞ്ഞതാണ് ബാബ കാണിക്കുന്നതെന്ന്. അപ്പോൾ ബാബ കാണിച്ചപ്പോഴാണ് ഗീതയും ഉപനിഷത്തുകളും അവൻ കാണുന്നത്. ഗ്രന്ഥത്തിലൂടെ കാണുന്നില്ല, ബാബയിലൂടെയാണ് ഗീതയും ഉപനിഷത്തുകളും അവർ ഖുറാനും മുസ്ലിമുകൾ ഖുറാനും ഷാത്തിക്കലിമൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ദൈവികമായി ആ അദൃശ്യനായ ദൈവം സകലമാനും മനുഷ്യ സ്വരൂപത്തിലൂടെ ദൃശ്യമായി വന്നിരിക്കുന്ന ആ ദൈവ സാക്ഷാത്കാരമാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ബാബ. സാക്ഷാൽ ദൈവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം സൃഷ്ടിച്ച് ഉണ്ടാക്കി, ആദ്യം മുതൽ എല്ലാം സൃഷ്ടിച്ച് ഉണ്ടാക്കി കാണിച്ചും അറിയിച്ചും കൊടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഊഹിച്ച്, കാണാത്തവനാണെങ്കിൽ ഊഹിച്ചും സങ്കല്പിച്ചും ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യണ്ടേ? ഞാൻ ഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. ഗ്രന്ഥങ്ങൾ എൻ്റെ വിഷയമല്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രന്ഥത്തിൽ നോക്കിയാൽ കിട്ടും. അവർ പറഞ്ഞത് ഇത് തന്നെയാണ്. കൃഷ്ണനും രാമനും ശീശ്വരന്മാരും മുഹമ്മദും യേശുവും എല്ലാവരും പറഞ്ഞത് തന്നെയാണ് ബാബ പറയുന്നത്. അപ്പോൾ ബാബ പറയുന്നത് നിങ്ങൾ ഏത് മതഗ്രന്ഥത്തിൽ നോക്കിയാലും കിട്ടും. അപ്പോൾ അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ അവതരിച്ചിരിക്കുന്ന ബാബ എന്ന പേരിലിരിക്കുന്നത്.